ഓക്കെ, ഇന്ന് നമ്മൾ ട്രേഡിംഗ് ക്ലാസ്സിൻ്റെ 11ാമത്തെ പാർട്ടാണ് കേട്ടോ. സോ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം ഡിസ്കൗണ്ട് പ്രീമിയം റേഞ്ചും ഡിസ്കൗണ്ട് റേഞ്ചും. ഓക്കെ, പ്രീമിയം സോൺ, ഡിസ്കൗണ്ട് സോൺ, ഈ രണ്ടെണ്ണമാണ് പ്രീമിയം ഡിസ്കൗണ്ടും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇത് പ്രൈസ് ആക്ഷൻ്റെ ഇതിലുള്ളതാണ്. പ്രീമിയം റേഞ്ചും ഡിസ്കൗണ്ട് റേഞ്ചും ഒക്കെ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഒരു സ്വിങ് വരയ്ക്കാം. ഒരു സ്വിങ് വരച്ചു. സോ ഇതിൽ എവിടെയാണ് പ്രീമിയം റേഞ്ചും ഡിസ്കൗണ്ട് റേഞ്ചും വരുന്നത്? സോ ഈ ഒരു ക്യാനിൽ ഇവിടെ വരെ മതി. ഇതിൽ നമ്മൾ രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, സോ ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതിൽ പ്രീമിയം റേഞ്ച് വരുന്നത് ഈ ഒരു ഏരിയ ആണ്. അതായത് ഈ ഒരു മേളിലുള്ള ഏരിയ ആണ് ഇത് പ്രീമിയം റേഞ്ച് കേട്ടോ. പ്രീമിയം റേഞ്ച് ഈ മേളിലുള്ള ഏരിയ ആണ് പ്രീമിയം റേഞ്ച് എന്ന് പറയുന്നത്. സോ ഇതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫെബ്നാച്ചി യൂസ് ചെയ്തിട്ട് ഒരു ഇത് ചെയ്യാൻ പറ്റും. ഫെബ്നാച്ചിൻ്റെ ടൂൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അതേപോലെ തന്നെ ഡിസ്കൗണ്ട് റേഞ്ച് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വരേൻ്റെ അടിയിലാണ് ഡിസ്കൗണ്ട് റേഞ്ച് വരുന്നത്. ഓക്കെ, ഈ ഒരു സ്ഥലമാണ് ഡിസ്കൗണ്ട് റേഞ്ച് ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. സോ പ്രീമിയം റേഞ്ച് എപ്പോഴും അപ്പ് സൈഡ് ആയിരിക്കും, ഡിസ്കൗണ്ട് റേഞ്ച് എപ്പോഴും ഡൗൺ സൈഡ് ആയിരിക്കും. അത് ഡൗൺ ട്രെൻഡ് ആകുമ്പോൾ നേരെ തിരിച്ചാണ്. ഡിസ്കൗണ്ട് റേഞ്ച് മേലെ പോവും, പ്രീമിയം റേഞ്ച് അപ്പ് സൈഡിലും വരും. ഓക്കെ, ഇങ്ങനെയാണ് പ്രീമിയം റേഞ്ചും ഡിസ്കൗണ്ട് റേഞ്ചും കണക്കൂട്ടുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് റേഞ്ചുകൾ തിരിക്കുക. പിന്നെ ഇതിൻ്റെ ഈ ഒരു നടുവിലുള്ള സാധനത്തിന് എന്താ പേര് പറയുക അറിയോ? ഇക്വിലിബ്രിയം എന്നാണ് പറയുക. ഓക്കെ, ഈ ഒരു നടുവിലുള്ള വരേനെ. സോ ഇത് നമ്മൾ എങ്ങനെ വേർതിരിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഫെബ് റിട്രേസ്മെൻറ്റ് ടൂൾ വേണം. ഓക്കെ, സോ എൻ്റെ ഫെബ് റിട്രേസ്മെൻറ്റ് ടൂൾ ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ടാർഗറ്റ് അടിക്കുന്നതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ അത് നമ്മൾ കുറച്ച് മാറ്റം വരുത്തിയിട്ട് വേണം അതിൽ ഇത് സെറ്റ് ആക്കാൻ. ഓക്കെ, സോ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആക്കാനുണ്ട്. 0.5, അതേപോലെ തന്നെ 3, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ എന്തൊക്കെയോ ഓപ്പൺ ആക്കാനുണ്ട്. ഓക്കെ, അത് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലിടാം. ഓക്കെ, അത് ഞാൻ സെറ്റ് ആക്കിയിട്ടില്ല, കമ്മ്യൂണിറ്റി പോസ്റ്റിലിടാം ആ കാര്യങ്ങളൊക്കെ കേട്ടോ. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു റേഞ്ച് ഇങ്ങനെ തന്നെ ആയിരിക്കണം. സോ ഇതിൽ എന്തൊക്കെയോ ഒരു 2-3 സംഭവങ്ങൾ ആഡ് ചെയ്യാണ്ട് ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. സോ ഇതിൽ ഈ നടുവത്തെ ലൈനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് ഈ സ്വിങ്ങിൻ്റെ ലോയിൽ ഇത് വെക്കുക, ഈ സ്വിങ്ങിൻ്റെ ഹൈയിൽ ഇതും വെക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് റേഞ്ച് കണക്ക് കൂട്ടുക. സോ ഇതിൻ്റെ ഈ അടിയിലുള്ള ഏരിയ ഡിസ്കൗണ്ട് റേഞ്ചും ഇതിൻ്റെ മേലുള്ള ഏരിയ പ്രീമിയം റേഞ്ചുമാണ്. ഓക്കെ, ഡിസ്കൗണ്ട് റേഞ്ചിലേക്ക് ഈ ചാർട്ട് ഡിസ്കൗണ്ട് റേഞ്ചിലേക്ക് എത്തുമ്പോൾ ഇവിടുന്ന് ബ്രേക്കോ സെക്ഷൻ ഉണ്ടായെടുത്ത് ഡിസ്കൗണ്ട് റേഞ്ചിലേക്ക് എത്തുമ്പോൾ മാർക്കറ്റ് റിയാക്ട് ചെയ്യും. ഓക്കെ, മാർക്കറ്റ് റിയാക്ട് ചെയ്യും. ഇത് ഹൈ ടൈം ഫ്രെയിംസിലാണ് വർക്ക് ചെയ്യുക. മാർക്കറ്റ് റിയാക്ട് ചെയ്യും. എന്നിട്ട് ചെറിയ ഡിസ്കൗണ്ടിൽ ചെറിയ പ്രൈസിൽ നമ്മൾ വാങ്ങിയിട്ട് എന്ത് ചെയ്യും? വലിയ പ്രൈസിൽ വിൽക്കുക എന്ന് പറയില്ലേ, ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ. സോ ചെറിയ പ്രൈസിൽ വാങ്ങിയിട്ട് ഈ പ്രീമിയം റേഞ്ചിലേക്ക് വന്നിട്ട് ഇവിടുന്ന് നമ്മൾ വലിയ പ്രൈസിൽ വിൽക്കും. അങ്ങനെയാണ് പ്രീമിയം ഡിസ്കൗണ്ട് റേഞ്ച് വർക്ക് ആവുന്നത്. ഇപ്പം നിങ്ങൾക്ക് പ്രീമിയം ഡിസ്കൗണ്ട് റേഞ്ച് എന്താണെന്ന് മനസ്സിലായല്ലോ. സോ ഇത് ഒരു സ്വിങ്ങിൽ എന്തായാലും ഒരു പ്രീമിയം റേഞ്ചും ഒരു ഡിസ്കൗണ്ട് റേഞ്ചും ഉണ്ട്. അത് അപ്സൈഡ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ, അതായത് അപ്പ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഇനി ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് നേരെ തിരിച്ചായിരിക്കും. ഡിസ്കൗണ്ട് നേരെ മുകളിൽ പോകും, പ്രീമിയം നേരെ അടിയിലേക്കും വരും. ഓക്കെ, ഇങ്ങനെയാണ് ഡിസ്കൗണ്ട് പ്രീമിയം റേഞ്ച് വർക്ക് ആവുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ പ്രീമിയം റേഞ്ചും ഡിസ്കൗണ്ട് റേഞ്ചും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ പ്രീമിയം റേഞ്ചും ഡിസ്കൗണ്ട് റേഞ്ചിൻ്റെയും കാര്യങ്ങളിലുള്ള ആ ടൂൾ ഉണ്ടല്ലോ, ഫെബ് ടൂൾ, അത് ഞാൻ എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് ആക്കിയിട്ട് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലോ അല്ലെങ്കിൽ ഡിസ്കോഡിലോ ഞാൻ കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ടൂളിൻ്റെ ഒരു ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് ഇല്ല, ഞാൻ അത് യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ അതില്ല. ഞാൻ എന്തായാലും അത് ഡീറ്റെയിൽ ആക്കിയിട്ട് എടുത്തിട്ട് ഡിസ്കോഡിലിടാം. ഓക്കെ, സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓരോ സ്വിങ് വരച്ച് നോക്കുക. ഈ മറ്റേ ടൂൾ ഞാൻ ഇടാം, എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.